ഇടുക്കി കട്ടപ്പനയിൽ ആഭിചാര കൊലപാതകമെന്ന സംശയം നവജാത ശിശുവിനെയും വൃദ്ധനെയും കൊലപ്പെടുത്തിയെന്നാണ് സംശയിക്കുന്നത്. കട്ടപ്പനയിൽ നടന്ന മോഷണ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇങ്ങനെയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നത്. കാഞ്ചിയാർ കക്കാട്ടുകടയിലെ വീട് കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. കേരള പോലീസിന്റെ അന്വേഷണ മികവാണ് ഇതുവരെയുള്ള കണ്ടെത്തലിന് സഹായിച്ചത്. ജോസിൽ സെബാസ്റ്റ്യൻ ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ജോസിൽ. കാവ്യ, ഗുഡ് മോർണിംഗ്. കാവ്യ, നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇന്നലെ മുതൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസിൻ്റെ ഒരു സംശയം മാത്രമാണ്. നിലവിൽ മോഷണ കേസിൽ പ്രതികളായി കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്താൽ മാത്രമേ ഇതിലെ വസ്തുതകൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ 2-ാം തീയതിയാണ് മോഷണക്കേസിൽ പ്രതികളായ വിഷ്ണുവിനെയും ജിതിനെയും കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തത്. അവർ ഇപ്പോൾ റിമാൻഡിലാണ്. കൂടുതൽ മോഷണ വസ്തുക്കൾ അവിടെ ഉണ്ടോ എന്നറിയുന്നതിനു വേണ്ടി വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ചെന്ന പോലീസാണ് അവിടെ ആഭിചാര ക്രിയകളടക്കം നടന്നതിൻ്റെതായ തെളിവുകൾ കാണുന്നത്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന വിഷ്ണുവിൻ്റെ സഹോദരിയും അതുപോലെ തന്നെ മാതാവും എല്ലാം പരസ്പര വിരുദ്ധമായാണ് സംസാരിച്ചത്. വളരെ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു അവർ ഉണ്ടായിരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് പോലീസിൻ്റെ അന്വേഷണം നീളുന്നത്. പോലീസ് അവിടെ ആ വീടിൻ്റെ വാടകയ്ക്ക് താമസിക്കുന്ന കാഞ്ചിയാർ കക്കാട്ടുകടയിലുള്ള വീടിൻ്റെ തറ അത് കുഴിച്ച നിലയിലാണ്, മണ്ണിളകി കിടക്കുന്ന നിലയിലാണ്. അതുപോലെ തന്നെ ആഭിചാര ക്രിയകൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള പൂജാ വസ്തുക്കൾ ആ വീട്ടിൽ ധാരാളം ഉണ്ടായിരുന്നു. ഇതെല്ലാമാണ് സംശയത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ പ്രതികൾ മോഷണക്കേസിൽ റിമാൻഡിലാണ്. ഇന്നലെ കോടതി അവധിയായതിനാൽ കസ്റ്റഡി അപേക്ഷ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുത്താൽ മാത്രമേ ഇതിൻ്റെ വസ്തുതകളിലേക്ക് കൂടുതൽ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കാവ്യ.